സർ, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. നമസ്തേ സർ, ഇപ്പോൾ കേൾക്കുന്ന വാർത്ത കേരള സ്റ്റോറി രണ്ടാം ഭാഗം, കേരള സ്റ്റോറി സെക്കൻഡ്, സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച്, അതായത് സ്റ്റേ ഓർഡർ നീക്കിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു, ചിത്രം പ്രദർശിപ്പിക്കാമെന്ന്. സർ, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ കേരള സ്റ്റോറിയെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. ജാതി സ്പർദ്ധ, മതസ്പർദ്ധ വല്ലാതെ വളർത്തുന്ന ഒരു ചിത്രമാണ്, ഇങ്ങനൊന്നും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല, ഇതിനെതിരെ വാളോങ്ങുന്നവർ സാംസ്കാരിക രംഗത്തും അല്ലാതെയും മുഖ്യധാര മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്റ്റേ ഓർഡർ അങ്ങനെയാണ് വന്നത്, ഡിവിഷൻ ബെഞ്ച് തിരുത്തിയിരിക്കുന്നു. സാർ, ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ്? ശരിക്കും ഒളിഞ്ഞിരിക്കുന്നത് ആ സത്യം എന്താണ്? കേരള സ്റ്റോറിയുടെ ഒന്നാം ഭാഗം, അത് കേരള സ്റ്റോറി ഞാൻ കണ്ട ഒരാളാണ്. ആ കേരള സ്റ്റോറി ഒന്നില് യാതൊരു തരത്തിലുമുള്ള നാടകീയമായ ഒന്നും തന്നെ ഇല്ല. തികച്ചും വസ്തുതാപരമായ വിവരണങ്ങളാണ് അതിനകത്തുള്ളത്. അത് പലതും ആ വിഷയങ്ങൾ നമ്മൾ വളരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഏതാണ്ട് 100ഓളം യുവാക്കൾ കേരളത്തിൽ നിന്ന് ISIS റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മതപരിവർത്തനം നടത്തി നമുക്ക് തിരുവനന്തപുരത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് ഉൾപ്പെടെയുള്ള ഡെന്റൽ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള കുട്ടികളുടെ വിഷയങ്ങൾ ഒരുപാട്, നിരവധി, ഞാൻ പേരുകൾ പറയുന്നത്, ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ഇതിനെ നമ്മളൊരു ഇസ്ലാമിക വിഷയമായി കണ്ട്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന വിഷയമായി കണ്ടല്ല കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ സിനിമ കണ്ടപ്പോൾ. കാരണം അതൊരു നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം വഴിതെറ്റിയ യുവാക്കൾ, അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് വഴിതെറ്റിയ യുവാക്കൾ, അത് ഇസ്ലാം മതത്തോടോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഞാനതിനെ കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ സിനിമ കണ്ടവർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുക. അപ്പൊ നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബങ്ങളിലും രക്ഷകർത്താക്കളാണെങ്കിലും സർക്കാരുമൊക്കെ കൂടുതൽ വിജിലന്റ് ആകാൻ ഇത്തരം ചർച്ചകൾ സഹായിക്കുമെന്നുള്ള പക്ഷമാണ് എനിക്ക് അക്കാലത്ത് തോന്നിയത്. അപ്പൊ ഇതിനെതിരെ വിമർശനം വരുന്നതിന്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. അപ്പൊ കേരളത്തിലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല് ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോഴേ അത് കേരളത്തിലെ സമാധാനകാംക്ഷികളായ മുസ്ലിം സമൂഹത്തിന്റെ വിഷയമായി എങ്ങനെയാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം ജനതയെ അപമാനിക്കുന്ന തരത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അത് നമ്മുടെ മുസ്ലിം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമേ അല്ല. അപ്പൊ അത് ചില തീവ്രവാദ സ്വഭാവമുള്ള ആഗോള ഭീകരവാദത്തിന്റെ ചങ്ങലയിൽ പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട്. ഇപ്പൊ ISIS ക്രൂരതകൾ നമുക്കെല്ലാം വളരെ ലൈവായിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ലഭ്യമായിട്ടുണ്ട്. അപ്പൊ സിറിയയെ ആസ്ഥാനമാക്കി അവർ നടത്തിയത്. അപ്പൊ അവര് ആഗോളതലത്തിൽ അവർ ആയിരക്കണക്കിന് പേരെ റിക്രൂട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പൊ ഇന്നും അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പം താലിബാൻ ഭരണം നമ്മുടെ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അപ്പം മറ്റു പല വിഷയങ്ങളുമുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് എന്താണ് ദോഷം ഉണ്ടാകുക? മറ്റൊന്ന്, ഈ സിനിമയുടെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾക്കാർക്കും അറിയില്ല. ഒരു ട്രീസർ വന്നു എന്നുള്ള തരത്തിലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ TV ചാനലുകളും സാംസ്കാരിക നായകന്മാരും ഒക്കെ വലിയൊരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വിമർശനമൊക്കെ ഉണ്ട്. ഇത് ആരെ പ്രീണിപ്പിക്കാനാണ്? യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ ആ തരത്തില് ഉള്ള സിനിമയെ നമ്മൾ ആരെങ്കിലും അടുത്ത് കണ്ടിട്ടുണ്ടോ? കേരള സ്റ്റോറിയുടെ ഒന്നാം പതിപ്പ് വന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വർഗീയപരമായ ധ്രുവീകരണമോ അല്ലെങ്കിൽ പരസ്പര വിദ്വേഷമോ വളരുകയുണ്ടായോ? ഏതെങ്കിലും ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നില്ല. കേരള സ്റ്റോറി കണ്ട മുസ്ലിമിനും കേരള സ്റ്റോറി കണ്ട ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഒരേ വികാരം തന്നെയാണ്. കുറച്ച് വഴിതെറ്റിയ യുവാക്കൾ, അല്ലെങ്കിൽ ആ തരത്തിൽ വഴിതെറ്റി പോകാനുള്ള സാഹചര്യം നമ്മുടെ ചില ക്യാമ്പസുകളിൽ ഉണ്ടായി. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഇത്തരം ചർച്ചകളും സംവാദങ്ങളും സിനിമ ആണെങ്കിൽ അതും സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കോടതിയും അമിതാവേശം കാണിച്ചതായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ഫിലിം റിലീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കഴിഞ്ഞ 2-3 സിനിമകളുടെ കാര്യത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജസ് സിനിമ നേരിട്ട് കാണുകയുണ്ടായി. കണ്ടതിന് ശേഷമാണ് അതിന്റെ ഫൈനൽ തീരുമാനം വന്നത്. ഇതിലെ സിംഗിൾ ബെഞ്ചിന്റെ കാര്യത്തിൽ സിനിമ കണ്ടിട്ടല്ല സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത്. രണ്ടാമത്, കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നിന്ന് വിഭിന്നമായ ഒരു സ്വർഗരാജ്യമാണ്, ഇവിടെയൊന്നും അങ്ങനെയല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത തീവ്രവാദം ഉള്ള ഒരു പ്രദേശമാണ് കേരളം. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളെ നിരോധിക്കപ്പെട്ട സംഘടന
ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ കേരളത്തിൽ നിന്നാണ് ഇവൻ ജയിലിൽ കിടക്കുന്നത്. അത് മദനിയുടെ കാലഘട്ടം മുതൽ പോപ്പുലർ ഫ്രണ്ടിന് വരെയുള്ള അവരുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ സമാധാനകാംക്ഷികളായ മുസ്ലിം സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. അപ്പൊ നമ്മുടെ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെ ഒരു സിനിമാ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കതിനോട് വിയോജിപ്പുണ്ടാവാം, അല്ലെങ്കിൽ യോജിപ്പുണ്ടാവാം, അത് വേറൊരു കാര്യം. പക്ഷെ അത് കേരളത്തിന്റെ പൊതുവായ ചിത്രത്തെ മുഴുവനും തകർക്കുന്നതാണ് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും, അല്ലെങ്കിൽ നമ്മുടെ സമുദായങ്ങൾ തമ്മിലുള്ള സഹകരണത്തെയൊക്കെ തകർക്കും എന്ന് പറയുന്നതിനോട് ശരി എന്ന് പറയുന്ന വാദത്തിനോട് ശരിയല്ല. തീർച്ചയായിട്ടും ഇന്നത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ആ തരത്തിലാണ്. കാരണം സിനിമ കാണട്ടെ, ജനങ്ങൾ കണ്ടതിന് ശേഷം വിധി എഴുതട്ടെ. അതിൽ ആ സിനിമ കണ്ടത് കൊണ്ട് എന്തെങ്കിലും, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരള സ്റ്റോറി ഒന്ന് കണ്ട ഏതെങ്കിലും ജനസമൂഹത്തിന് അത് വൈകാരികമായ ഒരു വിഷയമാക്കി ആരും പറഞ്ഞതായി നമ്മൾ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയുടെ തലത്തിൽ ഒരു കലയുടെ രൂപത്തിൽ ആയിരിക്കണം ആളുകൾ കാണുക. പക്ഷെ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതിനെ എതിർപ്പിനോട് കാണിക്കുന്നവർ പലതും അതിനെ ഒരു ഭാഗത്ത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അമിതമായ ആവേശം കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീ അയ്യപ്പദാസിനെ തന്നെ മനസ്സിലാവും ഇതിന്റെ പുറകിലുള്ള ആത്മാർത്ഥത എന്താണ്. ശരിക്കും ഈ കേരള സ്റ്റോറി എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളം അങ്ങനെയല്ല. കേരളത്തില് എല്ലാ തരത്തിലുള്ള സ്റ്റോറിയും കേരളത്തിലുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ഒരല്പം ആഹാരം മോഷ്ടിച്ചതിന്റെ പേരിൽ മധു എന്ന് പറയുന്ന ഒരു ആദിവാസിയെ ഇവിടെ തല്ലിക്കൊന്നിട്ടുണ്ട്. അതുപോലെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യപാനം ഇതൊക്കെ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഇതൊക്കെ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കേരളത്തിൽ അങ്ങനെയുള്ള ചില കഥകളും ഉണ്ട്. നമ്മൾ സാക്ഷരതയിൽ മാത്രമേ മുന്നിൽ വന്നിട്ടുള്ളൂ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ ജോലി തേടി ലോകം മുഴുവനും പോകുന്നുണ്ട്. അപ്പൊ ആ തരത്തില് പോകുന്ന യുവാക്കളെ അന്തർദേശീയ തലത്തിലെല്ലാം തന്നെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടാണ് മലയാളികളെ സ്വീകരിക്കുന്നത്. അത് പ്രധാനമായിട്ടും നമ്മൾ ആർജിച്ച വിദ്യാഭ്യാസവും സംസ്കാരവും കൊണ്ടാണ്. അപ്പൊ അതിന് അബറേഷൻസ് ആണ് ഇത്തരം കാര്യങ്ങൾ. നമ്മൾ ഈ പറയുന്ന തീവ്രവാദത്തിലേക്ക് നാമമാത്രമായ ആണെങ്കിൽ പോലും ചിലർ ആകർഷിക്കപ്പെട്ടത്. കാരണം ഞാൻ വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഡെന്റൽ കോളേജിൽ നിന്നാണ് ഈ ISIS റിക്രൂട്ട്മെന്റിന് കൂടുതൽ ആളുകളെ കിട്ടിയത്. അതായത് കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് നിന്നാണ് ഏറ്റവും കൂടുതൽ അന്ന് ഏതാണ്ട് 8-10 പേര് കാസർഗോഡ് ഭാഗത്ത് നിന്നാണ് അവർ റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ അത് ആ ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ടാണ് അന്ന് ആദ്യം പുറത്തു വരുന്നത്. അപ്പം അത്തരം ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞ് നമ്മൾ അതിന് തള്ളിക്കളയുന്നത് ശരിയല്ല. കാരണം സമൂഹത്തിന് ചില ഡിഫെൻസീവ് മെക്കാനിസം സ്വീകരിക്കുന്നതിന് ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ നന്നായിരിക്കും. കാരണം കേരള സ്റ്റോറിയെ എതിർക്കുന്നവരുടെ ആത്മാർത്ഥതയോ എനിക്ക് എതിർപ്പുണ്ട്. കാരണം അവര് ആത്മാർത്ഥതയോടെയാണോ ഈ കേരള സ്റ്റോറിയെ എതിർക്കുന്നത് എന്നുള്ളത് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, നമ്മുടെ ഇതേ കേരളത്തിൽ തന്നെ നമുക്കറിയാം MF ഹുസൈൻ സരസ്വതി ദേവിയെ നഗ്നയായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം കാർട്ടൂൺ വരയ്ക്കുകയുണ്ടായി. അതുപോലെ ഭാരതാംബയെയും ആ തരത്തിൽ അദ്ദേഹം കാർട്ടൂൺ വരയ്ക്കുകയുണ്ടായി. അന്ന് BJP ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളൊക്കെ അതിനെതിരെ ശക്തമായി മുന്നിൽ വന്നപ്പോൾ അന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള തലത്തിൽ ന്യായീകരിക്കുക മാത്രമല്ല, അന്നത്തെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തിനെ ആദരിക്കുകയും ചെയ്തു, സമ്മാനം കൊടുത്ത് ആദരിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ വികാരം മാനിച്ചു അല്ലെങ്കിൽ വികാരത്തിൽ വ്രണപ്പെടുത്തി എന്ന തരത്തിൽ അന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും ഇതിനെ പറഞ്ഞു. അന്ന് നമ്മുടെ ഇതേ മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ഫാസിസമാണ് MF ഹുസൈനെ എതിർക്കുന്നത് എന്നുള്ള തലത്തിലാണ്. അപ്പൊ നമ്മൾ ഒരേ സമയത്ത് തന്നെ പല തരത്തിലുള്ള സമീപനങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ കലാരൂപങ്ങളെ നമ്മൾ കലയുടെ തലത്തിലുള്ള അല്ലെങ്കിൽ ജനങ്ങൾ ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് ആസ്വദിക്കുകയും അവര് പറയുന്ന കാര്യങ്ങൾ ശരിയും തെറ്റുമുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ പല മലയാള സിനിമകൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ചില ഹിന്ദു സംഘടനകളും ഹിന്ദു പ്രസ്ഥാനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഹിന്ദു ദേവതാ സങ്കല്പത്തെയും ഹിന്ദു ജീവിത രീതികളെയും ഒക്കെ വിമർശിക്കുന്ന തരത്തിൽ നിരവധി ചിത്രങ്ങൾ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അന്നൊന്നും നമ്മൾ ഈ പറഞ്ഞ മാധ്യമങ്ങൾ ആവേശത്തോടെ ഇത് കേരളമല്ല, അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിക്ക് ഇത് വിള്ളലുണ്ടാക്കും എന്നാരും പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് നമ്മളെല്ലാവരും ചാടി വീണ് കേരള സ്റ്റോറിക്കെതിരായി മാറുന്നു. അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള ഒരു ധൃതി പിടിച്ചിട്ടുള്ള ഒരു തീരുമാനം വരുന്നു.
തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ച് അതിനെതിരായി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് കേരള സ്റ്റോറി തിയേറ്ററിൽ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കേരളത്തിൽ അത് എത്ര മാത്രം തിയേറ്ററുകളിൽ അത് സ്വീകരിക്കപ്പെടും, അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ ഓണേഴ്സ് അത് അനുവദിക്കുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. കാരണം കേരള സ്റ്റോറി ഒന്നിനും ആ തരത്തിലുള്ള ചില പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ആഗോള തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ അതിന് മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്ക് യു സാർ.